ഹായ് സലാം പറഞ്ഞോട്ടിക്ക്. അസ്സലാമലൈക്കും. ഇന്നെന്തൊരു വിശേഷമാണെന്ന് പറഞ്ഞാണ്. എന്താ വിശേഷാണ്? മക്കൾക്ക് എന്തൊരു വിശേഷമാണെന്ന് പറഞ്ഞാണ്. ഇന്നെൻ്റെ എത്ര വയസ്സാണ് മോന്? 3 പൂർത്തിയായി, 4 തുടങ്ങിയാണ്. അൽഹംദുലില്ലാ എന്ന് പറ. പിന്നെ മഴയായതുകൊണ്ട് എനിക്കിന്ന് പണിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു. രാവിലെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. ഞാൻ വീടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി വീടിൻ്റെ പോസ്റ്റൊന്നും ഇടുന്നില്ല. എപ്പോഴും ആകുമ്പോഴത്തേക്ക് എനിക്കും ഒരു മടുപ്പ്. സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് സഹായിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എറണാകുളത്തുനിന്ന് ഒരിത്ത കേക്ക് മേടിക്കാനായിട്ടും പിന്നെ അതിന് മുന്നേ ഒരിത്ത ചെറിയൊരു രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലെ. അന്ന് ഇതില്ലേ, നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിനില്ലേ, അന്ന് 250 അവർക്കും 250 കുട്ടിക്കും ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ അതുകൊണ്ട് ഇന്നൊരു കേക്ക് മേടിക്കണം. ഇപ്പോഴല്ല, ഞാൻ പിന്നെ പോലും മഴ പിന്നെ ബർത്ത്ഡേ ആയിട്ട് വേറെ വിശേഷങ്ങളൊന്നും എന്തൊരു പ്രത്യേകതയൊന്നുമില്ല. മക്കളെ കൊണ്ട് ഫാത്തിഹയൊക്കെ ഓതി ചെറിയൊരു കേക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മക്കളൊരു സന്തോഷമല്ലേ, അവൻ്റെ സന്തോഷമല്ലേ. അവരൊന്നും അറിയുന്നില്ലേ പടച്ചവനെ. പിന്നെ സങ്കടം ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ജന്മദിനം, മോനൊരു ജനിച്ച ഒരു ദിവസം വരുമ്പം ആയുസിന്ന് കുറയണമെങ്കിലും നമുക്കതൊരു സന്തോഷമാണ് ഉമ്മ വാപ്പാക്ക്. പക്ഷേ അത് കാണാൻ ഉപ്പയില്ല. അത് തീരാത്ത ദുഃഖമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ പോകണുണ്ട്. ഒരു ഷോർട്ട്, അതായത് ഒരു 3-4 മിനിറ്റുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. പിന്നെ ഞാൻ വൈകിട്ട് മക്കൾ ചോദിച്ചിട്ടാണ് പോയത്. മസ്രൂവും മുഷ്താഖും ചോദിച്ചിട്ടാണ്, മമ്മി നമ്മൾ വന്നിട്ടേ കേക്ക് മുറിക്കാവുള്ളൂ, ഇന്ന് മഴ, അതുകൊണ്ടാണ് എനിക്ക് പണിയില്ലാത്തത്. രാത്രി തുടങ്ങിയ മഴയാണ്. പിന്നെ ഞാൻ എൻ്റെ പൊന്നിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കുറച്ച് വരി, 4 വരി പാടി. അന്നേ ഞാൻ പാടി വെച്ചിരിക്കുകയായിരുന്നു, എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. വലിയ ടൂണൊന്നും ഇട്ടല്ല, നമുക്ക് ടൂണൊക്കെ എക്സ്ട്രാ അതിനകത്ത് ഇടുമ്പോൾ കോപ്പിറൈറ്റ് കയറും. അപ്പോൾ കേട്ടാലാ. പൊന്നുമോൻ്റെ ജന്മദിനം, മിഫ്സല് മോൻ്റെ ജന്മദിനം, പൊന്നുമോൻ്റെ ജന്മദിനം, മിഫ്സല് മോൻ്റെ ജന്മദിനം, ആഘോഷങ്ങൾ ഒത്തൊരുമിക്കാൻ വന്നൊരു നാളിന്ന്, ഇന്നോരോ നിമിഷവും ഒത്തൊരുമിക്കാൻ വന്നൊരു രാവിന്ന്, മോനെ പൊന്നേ പൊന്നാര മോനെ, മോനെ പൊന്നേ പൊന്നാര മോനെ. എങ്ങനെയുണ്ട്? പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ അന്ന് മേടിച്ചില്ല, കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഡ്രസ്സൊന്നും മേടിക്കുന്നില്ല. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീടിൻ്റെ പണി തുടങ്ങിയിട്ടില്ല, ഇൻഷാ അല്ലാ തുടങ്ങണം. ഉള്ള പൈസയിൽ എത്രയും പെട്ടെന്നൊന്ന് താമസം. അവന് മുണ്ട് മേടിച്ചു കൊടുത്താൽ മതി കേട്ടാ. ബാക്കിയൊക്കെ അവന് ഇടാൻ പറ്റും. ഇനിയിപ്പോൾ മുണ്ട്, അതെന്തെന്നറിയാമോ, അവൻ്റെ വാപ്പച്ചി 2 മുണ്ട് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുഷ്താഖിനും മിഫ്സലിനും ഒരു ചെറിയ പെരുന്നാളിന്. വാപ്പച്ചിക്ക് മുണ്ടൊക്കെ കൊടുക്കണം, മക്കളെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരേപോലത്തെ ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, വെള്ള ഷർട്ടും മുണ്ടും. വാപ്പച്ചി അമ്മച്ചി കളഞ്ഞത്. പിന്നെ അതൊരാൾക്ക് ഞാൻ കൊടുത്തു. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര സങ്കടം. ഒട്ടിപ്പുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മുണ്ടില്ലേ, മേടിച്ചു തരാം. പിന്നെന്താണ്, പിന്നെ മക്കളെ കൊണ്ടിട്ടൊക്കെ സ്വലാത്തും കാര്യങ്ങളും ഒക്കെ ചെല്ലിപ്പിക്കുന്നുണ്ട്. ബാക്കിയൊന്നുമല്ല, കുഞ്ഞു മക്കളല്ലേ. പിന്നെ നസ്രൂറ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെന്താ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒരു കേക്ക് നോക്കട്ടെ എത്ര റേറ്റ്, ചെറിയൊരു റേറ്റിലുള്ള, കാരണം അറിയാലോ എൻ്റെ അവസ്ഥ. ഇത്ത തന്നത് കൊണ്ടാണ് ഞാൻ കേക്ക് മുറിക്കണം. ഇത്ത ഇങ്ങോട്ട് തന്നെ പറഞ്ഞതാണ്. പാവം വൈകിട്ട് 5 മണിക്ക് തന്നെ പൈസ ഇട്ട് തന്ന്. അൽഹംദുലില്ലാ. ഇത്ത തന്നെ വിളിക്കും, ഞാനും വിളിക്കും, ഒരുപാട് നേരം സംസാരിക്കും, ചിരിക്കും. എറണാകുളത്തുള്ള ഇത്തായാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇത്താമാരെ കിട്ടി. ചില ഇത്താമാർ പറയും പേര് പറയല്ലേ. ഇല്ല, പേരൊന്നും ആരെയും പറയില്ല. എനിക്ക് എൻ്റെ സ്വന്തക്കാരെ കാട്ടിയും എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ടവരെ പോലെ ഉള്ളതാണ്. കാരണം എൻ്റെ സ്വന്തം തന്നെ അവരും പറയുന്ന ഒരേ ഇത്താമാരുണ്ട്. പിന്നെ മഴ ഭയങ്കര ഗ്ലൂമി, മഴ പെയ്താൽ ഭയങ്കര ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എപ്പോഴേ തോട്ടത്തിൽ എത്തേണ്ടിയുള്ള സമയമായിന്നാ. എൻ്റെ കാര്യം കേൾക്കാനും കുറച്ച് ഇത്താമാരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ബെഡ്ഷീറ്റെല്ലാം വൃത്തിയാക്കണം. ഓരോരുത്തർക്ക് ഒരേ ബെഡ്ഷീറ്റാണ്. അപ്പോൾ തന്നെ നമുക്ക്
രാവിലെ നല്ലൊരു പാടാണ്. അവർ ഒരാളെ ബെഡ്ഷീറ്റ് ഒരാൾക്ക് കൊടുക്കൂല, അങ്ങനെയൊക്കെയാണ് അവർ. അത് നല്ലതാണ്. എല്ലാവരും സെപ്പറേറ്റ് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കിടക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ വൈകിട്ട് വീഡിയോ ഇടും. അപ്പം നിങ്ങൾ വീടിൻ്റെ ആവശ്യത്തിന് തട്ടിക്കളയൽ. ഇന്നലെ ഞാൻ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും. സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും പറഞ്ഞോട്. അസ്സലാമലൈക്കും.